എല്ലാവർക്കും നമസ്കാരം. ദേശീയപാത തൃശ്ശൂർ കൊടകരയിൽ വൈക്കോൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന കനകമലയിലേക്ക് വൈക്കോൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന ടാറ്റ എയ്സ് വാഹനത്തിന് തീപിടിച്ചു. ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് ഈ സംഭവം നടന്നത്. ചേർപ്പിൽ നിന്നും കൊളക്കുഴിപ്പറമ്പിൽ അൻവർ എന്ന ആളുടെ പേരിലുള്ള വാഹനവും വൈക്കോലുമായിരുന്നു കനകമലയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ദേശീയപാതയിൽ നിന്നും കൊടകരയിൽ നിന്നും കനകമലയിലേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം തീപിടുത്തമുണ്ടായത്. ഈ ടാറ്റ ഐസ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ അടിയിൽ നിന്നാണ് തീ പടർന്നത്. ഏകദേശം 40 റോൾ വൈക്കോലുകൾ ഈ ടാറ്റ ഐസ് വാഹനത്തിലുണ്ടായിരുന്നു. തൊട്ട് പിറകിലുള്ള മറ്റ് വാഹനത്തിലുള്ളവർ പറഞ്ഞതനുസരിച്ചാണ് ഈ ടാറ്റ ഐസ് വാഹനം നിർത്തിയത്. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ വാഹനം പോകാതിരുന്നത്. പാലക്കാട് ചാലക്കുടി അഗ്നിശമന കേന്ദ്രത്തിലെ അംഗങ്ങളാണ് വന്നത് ഈ തീ അണച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് മാളയിൽ നിന്നും വരികയായിരുന്ന ഒരു ലോറിയിലെ ഒരു വൈക്കോൽ കൊണ്ടുവരികയായിരുന്ന ലോറിക്ക് തീ പിടിച്ചത്. അന്ന് ഈ തീ പിടിച്ച് മാള അന്നമനയുടെ കൂടി വന്നിരുന്ന ഈ വാഹനം അവസാനം നിർത്തിയത്, അത് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്താൻ വേണ്ടിയിട്ട് നിർത്തിയത് ദേശീയപാത ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ തെക്കോട്ടുള്ള കുഴപ്പാലത്തിന് സമീപമുള്ള ഫ്ലൈ ഓവറിലാണ് ഈ പറയുന്ന ലോറി നിർത്തിയത്. ഉടനെ ഫയർഫോഴ്സിൻ്റെ ഇടപെടലാണെന്ന് ഇതുപോലെ വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത്. വാഹനം മുഴുവനായിട്ട് കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിലാണ്. പുതുക്കാട് ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള ഷൈൻ ജോസ്, ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജിയസ് വാര്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്.